അങ്ങനെ ഡേ 2 ആണ്, രണ്ടാമത്തെ ദിവസം. ഇന്നലെ കൃഷ്ണഗിരിയിലായിരുന്നു ഡേ 1 താമസിച്ച് തമിഴ്നാട്ടിൽ. അപ്പോൾ അവിടെ നിന്ന് നേരെ രാവിലെ വിട്ടു. ഹൊസൂറൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കർണാടക ബോർഡർ ആകാൻ പോവാണ്, ബാംഗ്ലൂരിൽ കിടക്കുക. അപ്പം ഇന്ന് വൈകിട്ട് മഹാരാഷ്ട്ര നമ്മൾ കയറും. സോലാപൂരിലാണ് താമസം. ഏകദേശം 717 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്രയിലെ കുറച്ച് സ്ട്രെച്ചുള്ള ഒരു യാത്രയാണ്. 717 കിലോമീറ്റർ കവർ ചെയ്യണം. അപ്പോൾ അതിന് ഏകദേശം 12 മണിക്കൂറൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ സ്റ്റോപ്പൊക്കെ ആയി വരുമ്പോഴത്തേക്ക് പറഞ്ഞ പോലെ കുറച്ച് സമയം പോകാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ മൂന്നാമത്തെ സംസ്ഥാനമാണ് കർണാടക. കർണാടകയിലോട്ട് കയറുവാണ്. അങ്ങനെ കർണാടകയിൽ കയറിയപ്പോൾ ഇന്ന് പകൽ മൊത്തവും കർണാടകയിൽ തന്നെയാണ്. ഏകദേശം സോലാപൂരൊക്കെ അടുക്കാറാകുമ്പോഴത്തേക്കാണ് മഹാരാഷ്ട്രയിലോട്ട് കയറുന്നത്. സോലാപൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് ഒരു വക കഴിച്ചിട്ടില്ല, കടകളൊന്നുമില്ല. രണ്ട് സൈഡിൽ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുക. ഞങ്ങളതിന് കയ്യിലിങ്ങനെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, പൊറിക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്നാക്സ് ഐറ്റം, ചോറ് അതൊക്കെ കഴിച്ചിങ്ങനെ പോവാം. അമ്മ ഞാൻ പിടിച്ച് പുറകിലാക്കി. അവിടെ പുറകിലെ സീറ്റ് കാല് ഇങ്ങനെ നീട്ടി വെക്കാം, ഓട്ടോമൻ സീറ്റ്. അപ്പോൾ കാല് നീട്ടി വെക്കാം. പുള്ളിക്കാരി 2 മണിക്കൂർ കൂടി ഇരിക്കും. 2 മണിക്കൂർ അവിടെ ഇരിക്കും. പിന്നെ ഷിഫ്റ്റിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നത്. ഇനിയിപ്പം 189 കിലോമീറ്റർ ഉണ്ട് സോലാപൂരിലേക്ക്. ഇതുവരെ മഹാരാഷ്ട്ര കഴിഞ്ഞില്ല. ഇപ്പം വിജയപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് തോന്നുന്നത്. അപ്പോൾ വീണ്ടും ബോർഡർ വരുന്നത്. അപ്പോൾ ഇന്ന് സോലാപൂരിലാണ് സ്റ്റേ. നാളെ അവിടുന്ന് ഡൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകും. അതെല്ലാം മഹാരാഷ്ട്രയിൽ തന്നെയാണ്. ഇന്ന് ശരിക്കും സോലാപൂർ വരുത്തുമ്പോഴത്തേക്ക് എനിക്കൊന്നും ഒരു ഏകദേശം 717 കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്യും. കാരണം ഞങ്ങളുടെ ഇത്രയും ഒരു ട്രിപ്പിൻ്റെ എനിക്കൊന്ന് ഇച്ചിരി ദൈർഘ്യമുള്ളൊരു യാത്രയായിരുന്നു ഇന്നത്തെ. ഇത്രയും ലോങ് സ്ട്രെച്ച് അല്ലേ. പക്ഷേ റോഡ് കർണാടക പോയിക്കൊണ്ടിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഞങ്ങൾ കൃഷ്ണ നദി ക്രോസ് ചെയ്യുകയാണ്. കൃഷ്ണ നദിയാണത്. ഇനി 161 കിലോമീറ്റർ ഉണ്ട് സോലാപൂരിലേക്ക്. ഇപ്പോഴും മഹാരാഷ്ട്ര കയറിയിട്ടില്ല, മഹാരാഷ്ട്ര അടുക്കുന്നു. ഈ യാത്രയിൽ നമുക്ക് ഇവിടെ പെട്രോളിന് 100 രൂപയുള്ളൂ. അത് വലിയൊരു കാര്യമാണ്. നമുക്ക് യാത്രയിൽ നമ്മുടെ കേരള സംസ്ഥാനം ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഇപ്പോഴുള്ള പെട്രോൾ അടിക്കാൻ ഭയങ്കര ലാഭമാണ്. ഗൈസ്, ഞാനൊരു കാര്യം കാണിച്ചുതരാം. ഞങ്ങളുടെ യാത്രയിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്, അത് കാണിച്ചുതരാം. ഇതാണ് ആള്, കൊരണ്ടി. 1971 അമ്മ കെട്ടിക്കുന്ന സമയത്തെങ്ങാണ്ട് പണിയിപ്പിച്ച കൊരണ്ടിയാണ്. പക്ഷെ ഈ കൊരണ്ടിക്ക് ഇപ്പോഴാണൊരു 87 87 മുതലുള്ള കൊരണ്ടിയാണ്. അമ്മയ്ക്ക് ഈ വണ്ടി കയറാൻ കുറച്ച് പാടാണ്. അപ്പം ഈ കൊരണ്ടിയാണ് സഹായിക്കുന്നത്. അപ്പം കൊരണ്ടിയുടെ ഒരു ഭാഗ്യം 2024 ഇത് ഇന്ത്യ മൊത്തം കറങ്ങാനുള്ള ഒരു ഭാഗ്യം ഈ കൊരണ്ടിക്ക് ലഭിച്ചു. ഞങ്ങളിപ്പം വിജയപുരം എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര ബോർഡറൊക്കെ അടുക്കുന്നു. ഇനിയിപ്പം 100 കിലോമീറ്ററോടെ ഉണ്ട്. ഇവിടെ ജിയോയുടെ പമ്പിൽ നിർത്തിയതാണ് വാഷ്റൂമിൽ പോകാനൊക്കെ. അപ്പം അതാണ് ഈ കൊരണ്ടിയുടെ കഥ. മഹാരാഷ്ട്ര കടന്നപ്പോൾ നല്ല അടിപൊളി മഴ. ഈ പാലം കടന്ന് മഹാരാഷ്ട്ര ബോർഡറിലേക്ക് കടക്കുകയാണ്. അങ്ങനെ 4ാമത്തെ സംസ്ഥാനത്തിലേക്ക് കടക്കുകയാണ് മഹാരാഷ്ട്ര. ബോർഡൊക്കെ ഉണ്ട്, വെൽക്കം ടു മഹാരാഷ്ട്ര. സോലാപൂരാണ്. ഇന്നലെ വൈകിട്ട് ഒരു 9:15 സോലാപൂരിലെത്തിയപ്പം ഇവിടെ ബാലാജി സരോവർ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. നല്ലൊരു പ്രീമിയം ക്ലാസ് ഹോട്ടലാണ്. ഇവിടെ നേരത്തെ ഞാൻ ബുക്ക് ചെയ്തായിരുന്നു റൂം. ഓൾമോസ്റ്റ് ഒരു 717 കിലോമീറ്ററോളം 12 മണിക്കൂർ നിങ്ങൾ ഇന്നലെ കവർ ചെയ്തു. കൃഷ്ണഗിരിയിൽ നിന്നാണ്, തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്ട്രെയിറ്റ് സോലാപൂരായിരുന്നു. പിന്നെ ഇവിടുന്ന് ഇന്നിനിയും സോലാപൂരിൽ നിന്ന് മഹാരാഷ്ട്രയിൽ തന്നെ ഉള്ള ഡൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തോടാണ്. ശരിക്കും സോലാപൂർ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴാണ് ഈ സോലാപൂർ എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. ഭയങ്കര മഴയായിരുന്നു ഇന്നലെ. മഹാരാഷ്ട്ര കയറിയപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പം ഇവിടുന്ന് ഇനി നേരെ ഡൂളിലേക്കാണ്. അപ്പോൾ ഞാൻ ഈ ഹോട്ടലൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം.
ഇത് ടൗണിനകത്ത് തന്നെയാണ് ഈ ഹോട്ടലുള്ളത്. ബാലാജി സരോവർ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്.